Dear students, today we will continue with the third part of quantitative aptitude. That is quantitative aptitude, permutation and combination part 3. The whole portion of the quantitative aptitude will be covered in 4 videos. We will discuss very important and repeated previous year questions. There are 100 such questions including the sub questions. Here we are continuing. First, circular permutation. If clockwise and anti-clockwise permutations are different, then the total number of circular permutation is given by n minus 1 factorial. That is, clockwise permutation ആണ് ഇത്, ക്ലോക്കിന് അനുകൂലമായി. ഇത് ആന്റി ക്ലോക്ക്വൈസ് പെർമ്യൂട്ടേഷൻ. ആന്റി ക്ലോക്ക്വൈസ് പെർമ്യൂട്ടേഷൻ ആണ് ഇത്. ആന്റി ക്ലോക്ക്വൈസ് പെർമ്യൂട്ടേഷൻ ആണിത്. ഇത് രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയലാണ്. ഇനി if clockwise and anti-clockwise permutation are not different, then the total number of circular permutation is given by n-1 factorial divided by 2, where n is a number of objects. അതാണ് ഓർമ്മ വേണം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. How many ways can 6 friends sit a table around a table? ടേബിളിന് ചുറ്റും എത്ര ഫ്രണ്ട്സിന് 6 ഫ്രണ്ട്സിന് എത്ര തരത്തിലിരിക്കാം? ഇവിടെ സർക്കുലർ, ഇവിടെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് n-1 ഫാക്ടോറിയലാണ്. 6-1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ. 120 വേസിൽ 6 ഫ്രണ്ട്സിന് 120 വേസിൽ പെർമ്യൂട്ടേഷൻ നടത്താം. ഒരു ടേബിളിന് ചുറ്റും ഇരിക്കാം 120 ഇതിൽ. ഓക്കെ. ദെൻ എക്സാമ്പിൾ 25. How many ways 21 books on English, 19 books on Hindi be placed in a row on a shelf so that 2 books on Hindi may not be together? 21 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആണുള്ളത്. അത് നമ്മൾ 21 ഇങ്ങനെ ഇടപെട്ട് വെച്ചു. ഇനി ഹിന്ദി ബുക്കാണ്. ഹിന്ദി ബുക്ക് 2 അടുപ്പിച്ച് വെക്കാൻ പാടില്ല. അപ്പോൾ 19 ഹിന്ദി ബുക്സ് ഇതിനിടയിൽ. അപ്പോൾ 21 ഇംഗ്ലീഷ് ബുക്സ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇംഗ്ലീഷ് ബുക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സ്ഥലവും അവസാനത്തെ സ്ഥലവും വേക്കൻ്റ് ആണ് ഇട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേക്കൻ്റ് സ്പേസ് കിട്ടും? 22 വേക്കൻ്റ് സ്പേസ് കിട്ടും. ഈ 19 ബുക്സാണ്, ഹിന്ദിയാണ് ഇതിനെ ഇംഗ്ലീഷ് ബുക്കിന് ഒന്നടവിട്ട് വെക്കേണ്ടത്. ബുക്സ് ഹിന്ദി ബുക്ക് നമ്മൾ ഒന്നിച്ച് വെക്കാൻ പാടില്ല. അപ്പോൾ ഈ 19 വേക്കൻ്റ് പ്ലേസിലും നമുക്ക് ഹിന്ദി ബുക്ക് വെക്കാം. എത്ര ഹിന്ദി ബുക്കാണുള്ളത്? 22 വേക്കൻറ്റ് പ്ലേസ് ആണുള്ളത്. ഈ 22 വേക്കൻറ്റ് പ്ലേസിൽ നമുക്ക് 19 ബുക്സ് എത്ര തരത്തിൽ വെക്കാം? ഹിന്ദി ബുക്ക് 22C19 തരത്തിൽ ഹിന്ദി ബുക്ക് വെക്കാം. അതാണ് 22 വേക്കൻറ്റ് പ്ലേസിലാണുള്ളത്. ഈ 20 ഇംഗ്ലീഷ് ബുക്സ് ഉള്ളത് കൊണ്ടാണ് 22 വേക്കൻറ്റ് പ്ലേസ് കിട്ടിയത്. എത്ര ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടോ അതിനേക്കാൾ ഒന്നായിരിക്കും വേക്കൻറ്റ് പ്ലേസ്. ആദ്യത്തെ അവസാനത്തെ അതിനേക്കാൾ ഒന്ന് അധികമായിരിക്കും. അപ്പോൾ 22 വേക്കൻറ്റ് പ്ലേസ് ഉണ്ട്. അതിൽ 19 ഹിന്ദി ടെക്സ്റ്റ് വെക്കാൻ 22C19. ഇവിടെ നിങ്ങൾ 22 NCR = NCN-R എന്നുള്ള. അപ്പോൾ ഈ 19 എന്നുള്ളത് നമുക്ക് 22 - 19 തീരുക 22C3, ദാറ്റ് ഈസ് ഇക്വൽ 20 × 21 × 20 ഡിവൈഡ് ബൈ 1 × 2 × 3 1540 വേസ്. ഇത് CBIക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം എല്ലാം ഇതിനു മുമ്പ് ഏതെങ്കിലും എൻട്രൻസ് എക്സാമിനേഷനോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനോ ചോദിച്ചതാണ്. ഓക്കെ. ദെൻ എക്സാമ്പിൾ 26. എവരിബഡി ഇൻ എ റൂം ഷേക്ക് ഹാൻഡ് വിത്ത് എവരിബഡി എൽസ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്ക് ഈസ് 66. ഹൗ മെനി നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദ റൂം? അപ്പോൾ ഒരു റൂമിൽ 66 ഷേക്ക് ഹാൻഡ് നടന്നു. അങ്ങനെയാണെങ്കിൽ എത്ര പേഴ്സൺസ് ഉണ്ടെന്നാണ്. Let n be the number of persons. The number of handshake is NC2. n persons taking 2 at a time ആണ്. 2 പേര് തമ്മിലാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുക. അപ്പം അത് കോമ്പിനേഷൻ ആയിരിക്കും. 2 ആളെ സെലക്ട് ചെയ്യുകയാണ്. പെർമ്യൂട്ടേഷൻ ഇല്ല. NC2 is equal to n × n-1 divided by 1 × 2. അത് 66 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് n × n-1 is equal to 132. അങ്ങനെയാണെങ്കിൽ n എത്രയാണെന്ന് നമ്മൾ ട്രയലിൽ പെട്ടെന്ന് കിട്ടും. n = 12 ആയിരിക്കും. എൻ്റെ നമ്പർ ആയിരിക്കും.
ആ നമ്പർ നിങ്ങൾ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇത് n² മൈനസ് n = 132 സോൾവ് ചെയ്താൽ മതി. അതിൽ എളുപ്പം ഇതായിരിക്കും n = 12. അപ്പോൾ ഇവിടെ നമുക്ക് ഹാൻഡ് ഷേക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പേഴ്സൺസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ എത്ര പേഴ്സൺസ് ഉണ്ട്, 12 പേഴ്സൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഹാൻഡ് ഷേക്ക് നടന്നിട്ടുണ്ടെന്നാണ് ചോദിക്കുക. എങ്ങനെയും ചോദിക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ഇനി നമ്മളെല്ലാം ഷോർട്ട് കട്ടിലങ്ങ് ചെയ്ത് പോവുകയാണ്. ഇതാ അടുത്തൊരു ഫോർമുലയാണ്. ഒരു ഫോർമുല ഇതാ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഫോർമുല ഉപയോഗിച്ച് പെട്ടെന്ന് എളുപ്പം ചെയ്യാം. ഇത് ഡിസ്റ്റിങ്ക്റ്റ്, ഇത് ഐഡൻറ്റിക്കൽ, ഇത് ഡിസ്റ്റിങ്ക്റ്റ് ഓബ്ജക്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്രൈസുകൾ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ടോയ്സുകൾ. ഇത് ഐഡൻറ്റിക്കലാണ്. ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഓറഞ്ച് 10 ഓറഞ്ച് ഉണ്ടെങ്കിൽ 10 ഓറഞ്ച് ഒരേപോലെ ആയിരിക്കും. 10 ആപ്പിൾ ആണെങ്കിൽ 10 ആപ്പിൾ ഒരേപോലെ ആയിരിക്കും. ഇതിൽ നോ റെസ്ട്രിക്ഷൻ. നോ റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നു. എല്ലാം ഒരാൾക്ക് തന്നെ കിട്ടാം. പ്രൈസ് എല്ലാം ഒരാൾക്ക് തന്നെ കിട്ടാം ഒരു കോമ്പറ്റീഷനിൽ. ഇപ്പം 3 ഇതാണ് 100 മീറ്റർ ഓട്ടം, ഫസ്റ്റ് പ്രൈസ് മാത്രമുള്ളത് വയ്ക്കുക. 200 മീറ്റർ ഓട്ടം, 300 മീറ്റർ ഓട്ടം, 3ന്റെ ഫസ്റ്റ് പ്രൈസ് ആർക്കാ? റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 3 ഒരാൾക്ക് കിട്ടാം. ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്, റെസ്ട്രിക്റ്റഡ്. ഇപ്പം 100 മീറ്റർ ഓട്ടം, 200 മീറ്റർ ഓട്ടം, 300 മീറ്റർ ഓട്ടം, ഒരാൾക്ക് ഒന്ന് മാത്രമേ ഒന്ന് കൂടുതൽ പ്രൈസ് കിട്ടൂല എന്നുണ്ടെങ്കിൽ അത് റെസ്ട്രിക്റ്റഡ് ആണ്. ഇതാണ് നമ്മൾ നോക്കുന്നത്. അതാ എക്സാമ്പിൾ 27. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 8 ഡിസ്റ്റിങ്ക്റ്റ് ടോയ്സ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് 5 ചിൽഡ്രൻ. ഇവിടെ നമ്മൾ ഇത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ടോയ് ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്, ടോയ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പൊ ഈ ഫോർമുലയാണ്. ഇവിടെ ചിൽഡ്രൻ ഫിക്സ് ആണ്. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ മാറൂല. ചിൽഡ്രൻ ഫിക്സ് ആണ്. 8 വേരിയബിൾ ആണ്. അപ്പൊ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു ഫിക്സ് ടു ദ പവർ ഓഫ് വേരിയബിൾ. ഇവിടെ ഫിക്സ് എത്രയാ? ചിൽഡ്രൻ 5 ചിൽഡ്രൻ ആണ് ഫിക്സ്, അതാണ് 5. വേരിയബിൾ എത്രയാ? 8 ഡിസ്റ്റിങ്ക്റ്റ് ടോയ്സ് ആണ്. അപ്പോൾ വേരിയബിൾ ഇതാണ്, ദാറ്റ് ഈസ് 5⁸8. ഓർമ്മ വേണം. ഇനി ഈ പ്രോബ്ലം തന്നെ വേറെ പല തരത്തിലും ചോദിക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു, ഇതിൽ എന്താ എല്ലാം ഒരാൾക്ക് തന്നെ കിട്ടാം. ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 8 ഡിസ്റ്റിങ്ക്റ്റ് ടോയ്സ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ് 5 ചിൽഡ്രൻ. എ പേഴ്സൺ ഗെറ്റ് അറ്റ്മോസ്റ്റ് 7 ടോയ്. ഒരു കുട്ടിക്ക് 7 ടോയ് വരെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ 5⁸8 മൈനസ് ഫിക്സ് എത്രയാണ്? ഇവിടെ ഫിക്സ് എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. ഈ ഫോർമുല രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കും. ദെൻ ഇനി വേറെ തരത്തിൽ ഇതിപ്പോൾ ടോയ് ആണ്, 8 ഡിസ്റ്റിങ്ക്റ്റ് ടോയ് ആണെന്ന് വിചാരിക്കുക. ഇത് 8 ഡിസ്റ്റിങ്ക്റ്റ് ടോയ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ 8 ആപ്പിൾ ആണെന്ന് വിചാരിക്കുക. ആപ്പിൾ ആണെങ്കിൽ ഐഡന്റിക്കൽ ആയിരിക്കും. റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അത് 5 ആപ്പിള്, 8 ആപ്പിൾസ് 5 കുട്ടികൾക്ക് കൊടുക്കുന്നു. ഒരു കുട്ടിക്ക് എല്ലാ ആപ്പിളും കിട്ടാം. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല ആയിരിക്കും ഉപയോഗിക്കുക. അപ്പം n എത്രയായിരിക്കും? n എന്ന് പറയുന്ന വേരിയബിൾ ആണ്. n+m. അപ്പം 5 + 8 13 - 1 12c m-1. m എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 8 ആണ്. 8 - 1 7 ആയിരിക്കും. ദാറ്റ് ഈസ് നോ റെസ്ട്രിക്ഷൻ. എല്ലാ ആപ്പിളും ഒരു കുട്ടിക്ക് തന്നെ കിട്ടാം. ഇനി റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. 8 ആപ്പിൾസ് ഉണ്ട്, ഒരു കുട്ടിക്ക് മാക്സിമം 7 ആപ്പിൾ വരെ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ചിൽഡ്രൻ ആണ് വേരിയബിൾ. ഫിക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഇതാണ് ഫിക്സ് എന്ന് പറയുന്നത്. ഫിക്സ് ചെയ്യുന്ന ടോയ്, വേരിയബിൾ എന്ന് പറയുന്നത് ചിൽഡ്രൻ അല്ല. ഇവിടെ ചിൽഡ്രൻ അല്ല. വേരിയബിൾ എന്ന് പറയുന്നത് ഫിക്സ് ആണ്, ചിൽഡ്രൻ. വേരിയബിൾ എന്ന് പറയുന്നത് ടോയ് ആണ്. ഓക്കെ. ദെൻ എക്സാമ്പിൾ 28. Find the number of ways in which 10 different prizes can be distributed among 4 people so that every person receive at most 9 prizes. ഇവിടെ ഡിഫറൻ്റ് ആണ്, റെസ്ട്രിക്ഷനും ഉണ്ട്. അപ്പോൾ എന്താ? നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു ഫിക്സ് എന്ന് പറയുന്ന പീപ്പിൾ ആണ്, സ്റ്റുഡൻറ്റ്. അത് മാറ്റാൻ പറ്റൂല. വേരിയബിൾ എന്താണ്? 10 ആണ് വേരിയബിൾ. അപ്പം ഫിക്സ് പവർ ഓഫ് വേരിയബിൾ മൈനസ് ഫിക്സ് ആണ്. അപ്പോൾ 4⁻10 - 4. ഇവിടെ ഈ മൈനസ് ഇതെടുക്കാൻ കാരണം അറ്റ്മോസ്റ്റ് 9 പ്രൈസ് എന്നാണ്. റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും? ഇതുണ്ടാവില്ല. ഈ -4 ഉണ്ടാവില്ല. റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ എല്ലാം ഒരാൾക്ക് തന്നെ കിട്ടാമെങ്കിൽ ഇതുണ്ടാവില്ല. ഇവിടെ ഡിഫറെന്റ് പ്രൈസ് ആയത് കൊണ്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഡിഫറെന്റ് അല്ല. ഇവിടെ ആപ്പിൾ ആണെങ്കിൽ നമ്മൾ മാറ്റും. അപ്പം 4⁻10 - 1. നെക്സ്റ്റ്, ഹൗ മെനി വേ എക്സാമ്പിൾ 29. How many ways 7 letters be posted 4 boxes
ബോക്സ് ആണ്. ലെറ്റർ ബോക്സ് ഫിക്സഡ് ആയിരിക്കും. ലെറ്റർ മാറും, ഒന്നുകിൽ ലെറ്ററിന്റെ കണ്ടന്റ് മാറാം, അല്ലെങ്കിൽ അഡ്രസ്സ് മാറാം. അപ്പം ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ ലെറ്റർ ആണ്. അപ്പം ഫിക്സ് എന്താ 4 to the power of വേരിയബിൾ 4 to the power of 7. ഇവിടെ എല്ലാം വേണമെങ്കിൽ ഒരു ബോക്സിൽ തന്നെ ഇടാം, എല്ലാ കത്തും ഒരു ബോക്സിൽ തന്നെ ഇടാം. അതുകൊണ്ട് ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, വേറെ ബോക്സിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. നെക്സ്റ്റ്, ഹൗ മെനി പ്രോബ്ലം നമ്പർ 30. ഹൗ മെനി വേസ് 3 prizes given to 4 boys? No boy get all prizes. എല്ലാ പ്രൈസും ഒരു ബോയ്ക്ക് കിട്ടാൻ പാടില്ല. അപ്പൊ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ ബോയ് ആണ് 4 boys, ബോയ് ആണ് ഇവിടെ ഫിക്സഡ്. വേരിയബിൾ എന്താ? പ്രൈസ്. അപ്പം റെസ്ട്രിക്ഷൻ ഇല്ലാത്തതിന് 4q - 4. ഓക്കെ. എക്സാമ്പിൾ 31. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 8 ഐഡന്റിക്കൽ ബോൾസ് 3 ഡിസ്റ്റിങ്ക്ട് ബോക്സസ്. ഇവിടെ ഐഡന്റിക്കൽ ആണ്, രണ്ടാമത്തെ ഫോർമുലയാണ്, ഐഡന്റിക്കൽ ആണ്. ഡിസ്റ്റിങ്ക്ട് ബോക്സ് വ്യത്യസ്ത ബോക്സുകളിലാണ്. അപ്പൊ റെസ്ട്രിക്ഷനും ഉണ്ട്. അപ്പൊ ഫോർമുല എന്തായിരിക്കും? 3 ഡിസ്റ്റിങ്ക്ട് ബോക്സസ് സോ ദാറ്റ് നൺ ഓഫ് ദ ബോക്സ് ഈസ് എംറ്റി ആകാൻ പാടില്ല, ഒരു ബോക്സ് എംറ്റി ആകാൻ പാടില്ല, റെസ്ട്രിക്ഷൻ ഉണ്ട്. അതാണ് 3 ഡിസ്റ്റിങ്ക്ട് അപ്പൊ ഇവിടെ എന്താ? ഐഡന്റിക്കൽ എന്നുള്ളതാണ്. ഇത് ഐഡന്റിക്കൽ ആണ്. ഐഡന്റിക്കൽ ബോൾസ് 8 ഐഡന്റിക്കൽ ബോൾസ് 3 ഡിസ്റ്റിങ്ക്ട് ബോക്സസ്. അതാണ്. ഓക്കെ. അപ്പം ഫോർമുല നമ്മൾ ഐഡന്റിക്കൽ ബോൾ ആണ്. അപ്പം ഫോർമുല n-1 cm-1 ദാറ്റ് ഈസ് 7c2. ഇവിടെ നമ്മൾ ഈ ബോക്സ് എംറ്റി, നൺ ഓഫ് ദ ബോക്സ് ഈസ് എംറ്റി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്. ഇല്ല, എല്ലാം ബോക്സ് എംറ്റി ആകാന്നുള്ളത് വരുവാണെങ്കിൽ n+m-1 ആണ് വരിക ഇവിടെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. Then next, find the number of ways in which 30 apples can distribute among 5 persons. 5 persons 30 apples. ഇവിടെ എല്ലാ ആപ്പിളും ഒരു കുട്ടിക്ക് തന്നെ കിട്ടാം. അപ്പൊ ഇവിടെ വേരിയബിൾ എന്താണ്? വേരിയബിൾ 30 ആണ്. അപ്പൊ n+m ദാറ്റ് ഈസ് വേരിയബിൾ ഫിക്സ് 5 ആണ്. അപ്പം 30 പ്ലസ് n = 5 + 30 - 1 ദാറ്റ് ഈസ് 34 cm-1 34 c4. ഓർമ്മ വേണം, ചെയ്യണം. Then the total number of non-negative integral solutions of x1 + x2 + x3 + x4 + x5 = 6. ഇവിടെ നിങ്ങൾ ഈ 60 എന്ന് പറയുന്ന നമ്പേഴ്സിനെ 5 ഭാഗിക്കാം. എത്ര തരത്തിൽ? ചിലപ്പം 5 ഒന്നാകാം. x1 = 60, x2 x3 x4 x5 0 ആകാം, അല്ലെങ്കിൽ എല്ലാം തുല്യമാകാം, 12 വീതമാകാം. അപ്പൊ നമ്മൾ ഇത് 60 ആപ്പിൾസ് 5 കുട്ടികൾക്ക് വീതിക്കുന്ന പോലെ തന്നെയാണ് ഇത് കാണുന്നത്. അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ. 60 ആപ്പിൾസ് 5 കുട്ടികൾക്ക് വീതിക്കുന്നു, റിസ്ട്രിക്ഷൻ ഒന്നുമില്ല, എല്ലാം ആപ്പിളും ഒരു കുട്ടിക്ക് തന്നെ കിട്ടാം. അങ്ങനെയാണെങ്കിൽ ഫോർമുല n-1 അല്ല, n+m-1 cm-1 ആണ് ഫോർമുല. അപ്പൊ n+m എന്ന് പറയുന്നത് 60 + 5 65 - 1 64 c4. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇവിടെ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതാണ്, ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചോദിക്കാം. ഈ ഗേറ്റിനൊക്കെ ഇങ്ങനത്തെ ചോദിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഗേറ്റ്, എഞ്ചിനീയറിംഗ് ഗേറ്റിന്റെ. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്, ദ നമ്പർ ഓഫ് നോൺ നെഗറ്റീവ് ഇന്റഗ്രൽ സൊല്യൂഷൻ ഓഫ് a + b + c = 50. a + b + c = 50 ആണെങ്കിൽ ഇന്റഗ്രൽ നോൺ നെഗറ്റീവ് ആയിരിക്കണം. എന്നാൽ എയും ബിയും സിയും കൂടെ കൂട്ടിയാൽ 50 ആയിരിക്കണം. എയും ബിയും സിയും പോസിറ്റീവ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 20 + 15 + 15 ആകാം, അല്ലെങ്കിൽ എല്ലാം ഒരേ നമ്പർ തന്നെയാകാം. റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എക്കും ബിക്കും സിക്കും ഇഷ്ടംപോലെ വാല്യൂ കൊടുക്കാം. മൂന്നും കൂടെ സം 50 ആകണം. എല്ലാം ഒന്ന് തന്നെയാകാം. അതാണ് ഫോർമുല. അപ്പം എന്തായിരിക്കും? നോ റെസ്ട്രിക്ഷൻ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് വേസ് = n+m-1 cm-1 ദാറ്റ് ഈസ് 52c2. ഓക്കെ. ദെൻ how many ways for ring of different types there in 3 finger? ഇതാണ് ഡിഫറെന്റ് ആണ്. റിംഗ് ഓഫ് മോതിരം 4 ഡിഫറെന്റ് മോതിരമാണ്. 3 വിരലിടണം. വിരലാണ് ഇവിടെ ഫിക്സഡ്, വിരൽ മാറ്റാൻ പറ്റൂല. റിംഗ് നമ്മളെന്താ? റിംഗാണ് ഇവിടെ വേരിയബിൾ. റിംഗ് മാറി ഇടാം, വിരൽ മാറ്റാൻ പറ്റൂല. അതുകൊണ്ട് നമ്പർ ഓഫ് വേസ് = ഫിക്സ്ഡ് ടു ദ പവർ ഓഫ് വേരിയബിൾ. ഫിക്സ് എന്ന് പറഞ്ഞാൽ 3 വിരലാണ്. ഫിംഗർ എന്ന് പറയുന്നത് ഇവിടെ വേരിയബിൾ എന്ന് പറയുന്ന
നല്ല ഇതാണ് റിംഗ് ആണ്. അത് ഓർമ്മ വേണം. ഇവിടെ റിംഗ് ആണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഫോർ റിംഗ് ഓഫ് ഡിഫറെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡന്റിക്കലാണെങ്കിൽ ഫോർമുല മാറും. ഡിഫറെൻറ്റ് റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3/4. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 36. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് വിത്ത് ദ ഡിജിറ്റ് 2, 3, 4, 5 ടേക്കൻ ഓൾ അറ്റ് എ ടൈം. ഈ 2, 3, 4, 5 ഓൾ അറ്റ് എ ടൈം 4 ഒരേ സമയം എടുത്തിട്ട് എത്ര നമ്പർ ഫോം ചെയ്യാന്നാണ്. അപ്പം 4 ഫിഗർ നമ്പറാണ് ഫോം ചെയ്യുക. അത് നിങ്ങൾ ഓർമ്മ വേണം. ഈ 4 നമ്പേഴ്സ് ഒരേ സമയം എടുക്കുമ്പോൾ 4 നമ്പറാണ്, 4 ഫിഗർ നമ്പറാണ് ഓർമ്മ വരാം. അപ്പം n=4 ആയിരിക്കും. അപ്പം ഫോർമുല ഇതാണ്. സം 2 + 3 + 4 + 5 ഇൻറ്റു n-1. n എത്രയാണ് ഇവിടെ? 4 ആണ്. 4 - 1 ഫാക്ടോറിയൽ. ഇതാ ഫാക്ടോറിയൽ ഉണ്ട്. ഇൻറ്റു 10^n. 10^n എന്ന് പറഞ്ഞാൽ 10^4 - 1 ഡിവൈഡ് ബൈ 10 - 1 ദാറ്റ് ഈസ് 9. ഇതാണ് ഫോർമുല. അപ്പോൾ ഇത് എത്രയാ? 2 + 3 5 + 4 9 + 5 14 ഇൻറ്റു ഇതാണ് 4 - 1 ഫാക്ടോറിയലാണ്. 4 - 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 - 1 3 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു ഇത് എത്രയാ? 10^4 അതാണ് 10,000 - 1 അതാണ് കിട്ടുക. അതിന് 9 അപ്പം 9,999 ഡിവൈഡ് ബൈ 9. 14 ഇൻറ്റു 6 എത്രയാ? 84. ഇതിനെ 9 കൊണ്ട് കഴിച്ചാൽ 111 കിട്ടും. അപ്പോൾ ഇതിനെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ 84നെ 1111 മൾട്ടിപ്ലൈ. അപ്പോൾ ആദ്യം 84നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പിന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. 4 8 + 4 2 8 + 4 12 + 1 13 8 + 4 12 + 13 8 + 9 9. അതാണ് കിട്ടുക. എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ വെർച്വൽ കാൽക്കുലേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും. ഇതാണ്. അപ്പോൾ ഈ 2, 3, 4, 5 കൊണ്ട് ഉണ്ടാക്കാവുന്ന 4 ഡിജിറ്റ് നമ്പറിന്റെ സമ്മാണിത്. ദിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഫോർമുല. ഇനി നിങ്ങൾ ഓക്കെ. Then example 37. Find the sum of all 4 digit numbers that can be formed with the digit 0, 1, 2, 3 taken all at a time. അപ്പോൾ ഈ 4 ഡിജിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്, 4 ഫിഗർ നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത, കാരണം ഈ 4 നമ്പേഴ്സ് അറ്റ് എ ടൈമിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു 1, 2, 0, 1, 2, 3. ഇതൊരു 4 ഡിജിറ്റ് നമ്പർ അല്ല. ഇതൊരു 1 ആദ്യം വരുവാണെങ്കിൽ ഇതൊരു 4 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 4 ഫിഗർ നമ്പർ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ 0 ഫസ്റ്റ് പ്ലേസ് 1000 പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് അടക്കം ആദ്യം എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് 0 ആദ്യം വരുന്നത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളയും. അതാണ് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ 0 ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് ആദ്യം എടുക്കുക, അത് അടക്കം. അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കാവുന്ന എല്ലാ 4 ഡിജിറ്റിൽ എഴുതാവുന്ന നമ്പേഴ്സുകൾ. ഇത് സം ഓഫ് ഓൾ നമ്പേഴ്സ് ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ്. ഇതാ 0, 1, 2, 3 കൊണ്ടുണ്ടാക്കാവുന്ന നമ്പേഴ്സിന്റെ സമ്മ്, ദാറ്റ് ഈസ് സം എന്ന് പറഞ്ഞാൽ എന്താ? 0, 1 + 2 + 3 ദാറ്റ് ഈസ് 6 ഇൻറ്റു n-1 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 4 - 1 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു 10⁻⁴ - 1 ഡിവൈഡ് ബൈ 9 ദാറ്റ് ഈസ് 6 ഇൻറ്റു 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 6 ഇൻറ്റു ദിസ് ഈസ് 9 ദാറ്റ് ഈസ് 6 ഇൻറ്റു 6 is 36 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ് ഈസ്. ഇതിനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം 36 കൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 36നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 36നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 36നെ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സം ആഡ് ചെയ്യുക. അപ്പോൾ 7 6 9 9 9 3 അതാ 3996 കിട്ടും. അതാണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഉണ്ടാകുന്ന ഇതിൽ നിന്നുണ്ടാകുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് കളയണം. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ ഇതിൻ്റെ അകത്ത് നിന്നുണ്ടാകുന്ന 3 ഡിജിറ്റ് നമ്പർ സബ്ട്രാക്ട് ചെയ്ത് കളയണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനാ 0, 1, 2, 3. അപ്പോൾ 0 ഇല്ല. 0 ഉണ്ടാക്കുന്ന സം എന്ന് പറയുന്നത് 0 എക്സ്ക്ലൂഡ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 1 + 2 + 3 ആണ്. ഇൻറ്റു n എന്ന് പറയുന്ന 0 ഇല്ലെങ്കിൽ പിന്നെ എത്ര നമ്പറുള്ളത്? 1, 2, 3 ആണുള്ളത്. അപ്പോൾ n=3. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 3 - 1 2 ഫാക്ടോറിയൽ. ഇവിടെ n 3 ആണ്. 10⁻³ - 1/9 അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ
6 ഇതാ 6 ഇൻറ്റു 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ദിസ് 12 ഇൻറ്റു 1111 കിട്ടും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1332 എന്ന് കിട്ടും. ആദ്യം നമുക്ക് കിട്ടിയത് 39996 ആണ്. ഇതുകൊണ്ടുണ്ടാകുന്ന 4 അതാണിത്. ഇതിൽ ഉണ്ടാക്കുന്നത് 0 ഫസ്റ്റ് പ്ലേസിലും വരും. അതിൻ്റെ അകത്ത് ഇതുകളിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് 3 ഡിജിറ്റ് നമ്പേഴ്സ് കുറച്ച് കളയും. അതാ അപ്പോൾ നമുക്ക് ദ റിക്വയർഡ് സം ഈസ് ഈക്വൽ ടു ദിസ് മൈനസ് ദിസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ്. അത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ ഓർമ്മ വേണം. ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കളയാണ്. എക്സാമ്പിൾ 38. ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 10,000 ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ് 0, 2, 4, 6, 8. നോ ഡിജിറ്റ് റിപ്പീറ്റഡ്. എന്ന് പറഞ്ഞാൽ 10,000 മുകളിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? 5 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അപ്പം ഇത് സം ഓഫ് ഓൾ 5 ഡിജിറ്റ് നമ്പേഴ്സ് ഫോംഡ് ബൈ ദിസ് ഡിജിറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5 ഡിജിറ്റ് നമ്പർ ഇൻക്ലൂഡിങ് 0 അടക്കം 5 ഡിജിറ്റ് ഫോം ചെയ്യുന്ന നമ്പേഴ്സ് എടുക്കും. അതിൽ നിന്ന് 0 ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് സബ്ട്രാക്ട് ചെയ്ത് കളയും. അപ്പോൾ ആദ്യം നമ്മൾ ഇതുകൊണ്ട് 5 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. എന്താ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 + 2 + 4 + 6 + 8 അത് കാൽക്കുലേറ്റ് ചെയ്യും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20 കിട്ടും. ഇൻറ്റു 5 - 1 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ 24 ആണ്. 24 ഇൻറ്റു ദിസ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് അതാണ് കിട്ടുന്നത്. 20 ഇൻറ്റു 24 ഇൻറ്റു 1 ഓക്കെ. അതിന് സബ്ട്രാക്ട് ചെയ്ത് കളയും. ഏത് 0 എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ട് എടുക്കും. അപ്പോൾ 2 + 4 + 6 + 8 അത് വന്ന് തന്നെയായിരിക്കും 20 ആയിരിക്കും. ഇൻറ്റു നേരത്തെ നമ്മൾ ഇവിടെ n 5 ആണ്. ഇവിടെ n 4 - 1 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് 6 ഇൻറ്റു ഇതിവിടെ 4 ആണ്. ഇവിടെ നേരത്തെ 5 ആണ്, ഇപ്പോൾ 4 ആണ്. അപ്പം കിട്ടുമ്പോൾ ഇത് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ദിസ്. ഇവിടെ ഇതാണ് കിട്ടുക. ഇവിടെ ഒരു 1 കൂടി ഉണ്ട് കേട്ടോ. സോറി, ഒരു 1 കൂടി ഉണ്ട്. 1 ഓക്കെ അതാണ്. അങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 20യും 6ഉം പുറത്തെടുത്തു. പിന്നെ എന്താ ഇവിടെ 4 ഉണ്ട്. 4 ഇൻറ്റു ദിസ് -41 ഇത് സിംപ്ലിഫൈ ചെയ്യുക. അതാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ഓക്കെ.